എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ എല്ലാം നീക്കി രോഗികൾക്ക് സൗഖ്യം കൊടുത്ത് അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യപുസ്തകം 23-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലെ 3 ഉത്സവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യ ഫലങ്ങളുടെ ഉത്സവം, ദ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്. ആഴ്ചകളുടെ ഉത്സവം, പെന്തക്കോസ്ത, ദ ഫീസ്റ്റ് ഓഫ് വീക്സ്, അല്ലെങ്കിൽ കാൾഡ് പെന്തക്കോസ്ത. ഇത് കർത്താവായ യേശു ക്രിസ്തുവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എല്ലാവരും തയ്യാറാണല്ലോ? എങ്കിൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഇതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ആദ്യ ഫലങ്ങളുടെ ഉത്സവം, ദ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്താണെന്നാണ്. 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. ശ്രദ്ധിക്കുക, ഇവിടെ കർത്താവ് പറയുന്നത് ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ എന്നാണ്. ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചയാണ്. ശബ്ബത്ത് ശനിയാഴ്ച. യേശുക്രിസ്തു ഞായറാഴ്ചയാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി 28:1, വിശുദ്ധ മാർക്കോസ് 16:2, വിശുദ്ധ ലൂക്കോസ് 24:1, വിശുദ്ധ യോഹന്നാൻ 20:1. ഈ ഭാഗങ്ങളിലെല്ലാം ഇത് വ്യക്തമാണ്. നീരാജനത്തിനെ ഹെബ്രായ ഭാഷയിൽ തെനൂഫ എന്ന് വിളിക്കുന്നു. ഈ യാഗം ദൈവത്തിന് സമർപ്പിക്കുകയും അത് സ്വീകരിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് നീരാജന യാഗം. അതായത് ആദ്യഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് മുന്നോട്ടും പിന്നോട്ടും ചിലപ്പോൾ മുകളിലേക്കും താഴേക്കും ഉയർത്തി കാണിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് നീരാജന യാഗം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവം സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാം ദൈവത്തിൻ്റേതാണെന്നുള്ള അംഗീകരിക്കലുമാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമായിട്ടാണ് നീരാജനയാഗം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നീരാജനയാഗം കർത്താവിൻ്റെ കുരിശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാരണം കുരിശ് സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്ന ഒരു പാലമാണ്. 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരാണാട്ടിൻ കുട്ടിയെ അർപ്പിക്കണം. അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവായിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം. അതിൻ്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞ് ആയിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഇവിടെ നമ്മൾ കാണുന്നൊരു പാനീയ യാഗത്തെ എബ്രായ ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് നേസെക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒഴുക്കുക അല്ലെങ്കിൽ ഒഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ പാനീയ യാഗം മൊത്തമായി യേശുക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നോക്കുക, പാനീയ യാഗം 1 നാഴി വീഞ്ഞാണ്. യേശുക്രിസ്തു അവൻ്റെ രക്തമായി നമുക്ക് നൽകിയതും വീഞ്ഞാണ്. പിന്നെ അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൽ നിന്നുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായി 26:27 മുതൽ 28 വരെയാണ് ഞാൻ വായിച്ചത്. സങ്കീർത്തനം 22:14 ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. അതായത് പഴയ നിയമത്തിലെ പാനീയ യാഗം യേശു ക്രിസ്തു ക്രൂശിൽ ചിന്തിയ രക്തത്തെ സൂചിപ്പിക്കുന്ന ഒരു നിഴലായിരുന്നു. യേശുവിൻ്റെ രക്തം അതിൻ്റെ യാഥാർത്ഥ്യവും പരിപൂർണതയുമാണ്. അന്ന് ഈ പാനീയ യാഗത്തെക്കുറിച്ച് മോശയ്ക്കോ അഹരോനോ ആർക്കും തന്നെ അറിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്കത് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മളെ അത് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ആദ്യ വിളവെടുപ്പ് ചോദിക്കുന്നത്? ഉത്തരം, നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. കാരണം എല്ലാറ്റിൻ്റെയും ഉടമ ദൈവമാണെന്ന അംഗീകാരം. വിളവും ഭൂമിയും മഴയും എല്ലാം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണെന്ന് മനുഷ്യൻ സമ്മതിക്കുന്നതിൻ്റെ അടയാളമാണ് ആദ്യഫലം അർപ്പിക്കുന്നത്. മാത്രമല്ല ദൈവത്തോടുള്ള നന്ദിയും വിശ്വാസവുമാണ്. മൂന്നാമതായി ഇതൊരു വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. ആദ്യഫലം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ശേഷിക്കുന്ന മുഴുവൻ വിളവും ദൈവം വിശുദ്ധമാക്കുന്നു. റോമർ 11:16 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആദ്യഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ.
വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. യേശു ക്രിസ്തുവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. യേശു ക്രിസ്തു ആദ്യജാതനാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:20. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. റോമർ 12:1 ഞാൻ വായിച്ചത്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വാസികളായ എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പാണ് നൽകുന്നത്. നമുക്കിങ്ങനെ പറയാം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യത്തെ കറ്റയെ പ്രതിനിധീകരിക്കുന്നു. അതായത് ആദ്യത്തെ കറ്റ യേശു ക്രിസ്തു. ആദ്യജാതന്മാരെ ഈജിപ്തിൽ നശിപ്പിച്ചുകൊണ്ട് ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കുകയും തുടർന്ന് ആദ്യജാതനായ യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും രക്ഷകനായി മാറുകയും ചെയ്യുന്നു. ഈജിപ്തിലെ ആദ്യജാതന്മാരുടെ മരണം നീതിയും ശിക്ഷാവിധിയുമായിരുന്നു. പെസഹ യേശു ക്രിസ്തുവിൻ്റെ ബലിയാണ്. യേശു ക്രിസ്തു അന്തിമവും ഹീനമല്ലാത്തതും പാപരഹിതനും പൂർണ്ണവുമായ പെസഹ കുഞ്ഞാടാണ്. ആ കർത്താവിൻ്റെ രക്തത്തിലൂടെയാണ് ലോകത്തിന് നിത്യരക്ഷ ലഭിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ആഴ്ചകളുടെ ഉത്സവം, പെന്തക്കോസ്ത, ദ ഫീസ്റ്റ് ഓഫ് വീക്സ് അല്ലെങ്കിൽ പെന്തക്കോസ്ത. 15 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ശബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പത്തോടു കൂടെ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻ കുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം. 1 കോലാട്ടുകൊറ്റനെ പാപയാഗമായും 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ സമാധാനയാഗമായും അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവ പുരോഹിതന് വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്. കാല പെറുക്കുകയും അരുത്. അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. 50-ാം ദിവസം ബൈബിളിൽ അതിൻ്റെ അതീവ പ്രാധാന്യമുള്ള രക്ഷാപദ്ധതിയുടെ നിർണായക സമയമാണ്. ഇത് പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ പൂർണ്ണതയിലെത്തുന്ന ഒരു പ്രവാചക സമയമാണ്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കുക, ആദ്യ കറ്റ ഫസ്റ്റ് ഫ്രൂട്ട്സ് ശബത്തിൻ്റെ പിറ്റേന്നാൾ അർപ്പിക്കുന്നു, അതായത് ശനിയാഴ്ച. അവിടെ നിന്ന് 7 ശബത്തുകൾ, അതായത് 49 ദിവസങ്ങൾ എണ്ണി അതിനുശേഷം വരുന്ന അടുത്ത ദിവസം 50-ാം ദിവസം, അതിനെയാണ് നമ്മൾ പെന്തക്കോസ്ത എന്ന് വിളിക്കുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നുണ്ടായ സഭയാണ് പെന്തക്കോസ് എന്ന്. അത് തെറ്റായൊരു പഠിപ്പിക്കലാണ്. ക്രിസ്തു ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 3 വരെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്നും അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതുപോലെ യെരുശലേം വിടാതെ കർത്താവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുന്നു. 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വരികയും ഏകദേശം 3000 പേരോളം സഭയിൽ ചേരുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൻ്റെ 49 വായിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. അതായത് യേശു ക്രിസ്തുവിലൂടെ പെന്തക്കോസ്ത അതിൻ്റെ പൂർണ്ണതയിലാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരവിനെയാണ് പെന്തക്കോസ്ത സൂചിപ്പിക്കുന്നത്. അന്ന് എന്നത് വളരെ വ്യക്തമായൊരു പ്രത്യേക ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ശബത്തല്ല, അത് ശബത്ത് കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണെന്നാണ് കാണിക്കുന്നത്. ആദ്യഘട്ട നീരാജനം ശബത്തിൻ്റെ പിറ്റേന്നാൾ, അതായത് ഞായറാഴ്ചയാണ്. അതാണ് 50-ാം ദിവസം. പഴയ നിയമത്തിൽ പെന്തക്കോസ്ത, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ആ ഞായറാഴ്ച.
പെന്തക്കോസ്ത 50-ാം ദിവസം അതൊരു ഞായറാഴ്ചയാണ്. പഴയ നിയമത്തിൽ വിളവിൻ്റെ ഉത്സവമായിട്ടാണ് അത് രേഖപ്പെടുത്തിയതെങ്കിൽ പുതിയ നിയമത്തിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ വരവും സഭയുടെ ഉൽപ്പത്തിയുമായി മാറുന്നത് നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് പുതിയ ധാന്യം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവൻ്റെ പഴയ ജീവിതം മാറ്റി അവൻ പുതുതാകുന്നു. പഴയത് കഴിഞ്ഞു. ആ വ്യക്തി ക്രിസ്തുവിൽ പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 മുതൽ 18 വരെയാണ് ഞാൻ വായിച്ചത്. രക്ഷ ഒരു സംഭവമല്ല, എന്നാൽ അതൊരു പ്രക്രിയയാണ്. ക്രിസ്തുവിൽ ആരംഭിച്ച് ആത്മാവിൽ ശക്തി ലഭിക്കുന്നു, ലോകത്തിലേക്ക് അയക്കപ്പെടുന്നു, അതിനാൽ വചനം ഘോഷിക്കപ്പെടുന്നു. ക്രിസ്തു ആദ്യഫലമാണ്. പരിശുദ്ധാത്മാവ് വിളവിൻ്റെ ശക്തിയാണ്. സഭ വിളവാണ്. ഇപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.